2019 മുതൽ 2023 വരെയുള്ള 5 വർഷത്തിനിടെ ഇന്ത്യയിൽ 360 കീമാൻമാർ ട്രെയിനിടിച്ചു മരിച്ചു. രാജ്യസഭയിൽ റെയിൽവേ മന്ത്രി തന്നെ നൽകിയതാണ് ഈ കണക്ക്. നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടി അടക്കം ചെയ്യുന്ന ട്രാക്ക് മെയിന്റനൻസ് വിഭാഗത്തിലുള്ളവരുടെ കണക്കെടുത്താൽ ഇത് വീണ്ടും ഉയരും. മീഡിയ 1 പരമ്പര തുടരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 13 കീമാൻമാരാണ് കേരളത്തിൽ ട്രെയിൻ ഇടിച്ചു മരിച്ചത്. ട്രാക്ക് മെയിൻ്റനൻസ് വിഭാഗത്തിലെ ജീവനക്കാരെ കൂടി ചേർത്താൽ അത് 20 കടക്കും. രാജ്യത്ത് ഒരു വർഷം 220 റെയിൽവേ ജീവനക്കാർ ട്രെയിൻ തട്ടി മരിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. 2019 മുതൽ 2023 വരെ 360 കീമാൻമാരാണ് രാജ്യമൊട്ടാകെ ട്രെയിൻ ഇടിച്ചു മരിച്ചത്. രാജ്യസഭയിൽ എ റഹീം എംപിക്ക് നൽകിയ മറുപടിയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരമുള്ളത്. In the Thiruvananthapuram division of Southern Railways, 13 keymen met a fatal accident while on duty in a short period. There is already a device called the Rakshak or rail passing indicator, which is a handheld device which can alert the workers of the incoming trains. പലതവണ പ്രതിഷേധങ്ങൾ നടത്തി. പ്രതിഷേധിച്ചവരെയൊക്കെ സ്ഥലം മാറ്റിയാണ് റെയിൽവേ മറുപടി നൽകിയത്. തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട പ്രമോഷൻ നൽകുകയോ തസ്തികകൾ നികത്തുകയോ ചെയ്യുന്നില്ല. ഇത്രത്തോളം അപകടം പിടിച്ച ജോലി റെയിൽവേക്കായി ചെയ്യുന്ന തങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല എന്നാണ് കീമാൻമാർ ചോദിക്കുന്നത്. സാധാരണക്കാർക്ക് അത്ര ചിരപരിചിതമല്ല കീമാൻമാരുടെ ഡ്യൂട്ടി. അതിശയമാണ് ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ. പാർലമെന്റിലടക്കം ചർച്ചയായി, വാർത്തകൾ ഒരുപാട് വന്നു. പക്ഷേ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് ഇവരുടെ ഈ ദുരിതാവസ്ഥ. എത്ര വാർത്തകൾ വന്നാലും ഇവർ വീണ്ടും ട്രാക്കിലിറങ്ങും. എത്ര പേർ മരിച്ചു വീണാലും വീണ്ടും ഇവർ ട്രാക്കിലിറങ്ങേണ്ടി തന്നെ വരും. കാരണം ഇതവരുടെ തൊഴിലാണ്. വിബി തടത്തിലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.